ഇവിടെ പല സ്റ്റുഡൻസിൻ്റെയും ഒരു ഡൗട്ടാണ്, NIOS ജാമ്യ ബോസൊക്കെ എടുക്കുമ്പോൾ ഇത് വാലിഡ് ആണോ, അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് അംഗീകൃതമാണോ എന്നുള്ളതൊക്കെ പല പല ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. നമുക്കറിയാം NIOS ഉപയോഗിച്ച് നമുക്ക് PSC ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ എക്സാമും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ചില യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ചില വിദേശ രാജ്യങ്ങളിലോട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ അവർ റെഗുലർ SSLC +2 ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് NIOSൻ്റെ സർട്ടിഫിക്കറ്റോ ജാമ്യയുടെ സർട്ടിഫിക്കറ്റോ ബോസയുടെ സർട്ടിഫിക്കറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല. സോ അവർ ഡിമാൻഡ് ചെയ്യുന്നത് റെഗുലർ SSLC or +2, അതായത് നമ്മൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ റെഗുലറായിട്ട് ഈച്ച് ഡേ സ്കൂളിൽ പോയി പഠിക്കുന്ന സിസ്റ്റത്തിനാണ് റെഗുലർ സിസ്റ്റം എന്ന് പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ റെഗുലർ സിസ്റ്റം അവർ ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് NIOSോ ജാമ്യയോ ബോസോ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ആക്ച്വലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റെഗുലർ ഒരു SSLC +2 ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് NIOSോ ജാമ്യയുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബോസയുടെ സർട്ടിഫിക്കറ്റോ ഇസ് നോട്ട് ഇനഫ്. ബാക്കിയുള്ള അതർ കേസസിലൊക്കെ എന്താണ്, ഇതൊക്കെ വാലിഡാണ് ഈ സർട്ടിഫിക്കറ്റ്സ്. NIOS ആണ് ഏറ്റവും കൂടുതൽ വാലിഡ്, ദെൻ ബോസ്, ദെൻ താഴോട്ട് പറയുകയാണെങ്കിൽ ജാമ്യ. അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഗ്രഡേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്.